മഹാത്മാഗാന്ധിയുടെ താരതമ്യമില്ലാത്ത ജീവിതത്തിൻ്റെ അവസാന ഘട്ടം ഗാന്ധിജി നടന്നുപോയ സ്ഥലങ്ങൾ തേടി 3 യുവ പ്രതിഭാശാലികൾ സുധീഷ് ജയബാലമേനോൻ, PN ഗോപികൃഷ്ണൻ എന്ന കവി സുഹൃത്ത്, അതുപോലെ തന്നെ മുരളി ചിരോത്ത് എന്ന ശാന്തിനികേതൻ്റെ സൃഷ്ടി കൂടിയായ കലാകാരൻ, ഇവരുടെ 3 പേരുടെയും സർഗാത്മകമായ അന്വേഷണത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ സൃഷ്ടിയാണ് ഇവിടെ എറണാകുളം ദർബാർ ഹാളിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ചരിത്രത്തെ നമ്മുടെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും, വർത്തമാനകാല ഇന്ത്യയും ലോകവും നേരിടുന്ന ഹീനമായ സ്പർദ്ധ, വൈരാഗ്യം, ഹിംസ, അപരവിദ്വേഷം ഇതെല്ലാം തിരുത്തി സ്നേഹത്തിലും സമത്വത്തിലും നീതിയിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ എങ്ങനെ മഹാത്മാഗാന്ധിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും രക്തസാക്ഷിത്വവും നമ്മെ പ്രേരിപ്പിക്കണം. നാം ഓരോരുത്തരും അത്തരം ചിന്തകളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ് ഈ പ്രതിഷ്ഠാപന കല എന്നുകൂടി വേണമെങ്കിൽ നിർവചിക്കാവുന്ന 3 പ്രതിഭാശാലികളുടെ ഈ സംയുക്ത സംരംഭത്തിൻ്റെ ആകെത്തുകയായി എനിക്ക് അനുഭവപ്പെട്ടത്. ഇതിൽ സുധീഷ് ജയബാലമേനോൻ എടുത്ത ചിത്രങ്ങളുണ്ട്. ഗാന്ധിജിയുടെ അന്ത്യദിനങ്ങളിൽ ഗാന്ധിജി സഞ്ചരിച്ച നൗഖാലി പോലെയുള്ള പ്രദേശങ്ങൾ, ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ ചരിത്ര പ്രാധാന്യമുള്ള പല കെട്ടിടങ്ങളും സ്ഥലങ്ങളും എത്ര അലക്ഷ്യമായിട്ടാണ് ഇന്നത്തെ തലമുറ കൈകാര്യം ചെയ്യുന്നത്, അവയെ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രതീകാത്മകമാണ്. ഗാന്ധിജിയുടെ മനുഷ്യസ്നേഹം, മനുഷ്യ സൗഹാർദ്ദം, മതനിരപേക്ഷമായ മനുഷ്യരുടെ യോജിച്ച ജീവിതം തുടങ്ങിയ ആശയങ്ങൾ അത് ഉപേക്ഷിച്ചതുപോലെയാണ് ഗാന്ധിജിയുടെ ഓർമ്മ ത്രസിക്കുന്ന ഈ സ്ഥലങ്ങളും സ്മാരകങ്ങളും നാം ഇന്ന് ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നും വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. എന്നാൽ മഹാത്മജിക്ക് ഇന്നത്തെ തലമുറ നിർമ്മിച്ച് സമർപ്പിച്ചിട്ടുള്ള വലിയൊരു സ്മാരകമായി ഈ പ്രദർശനത്തെ ഞാൻ കാണുന്നു. ഇതിൽ ചിത്രങ്ങളുണ്ട്, ഗോപികൃഷ്ണന്റെ ഹൃദയത്തിൽ തട്ടുന്ന വരികളുണ്ട്, അതിനു പുറമെ ചരിത്രത്തിൻ്റെ ഏറ്റവും അർത്ഥഗംഭീരമായ പാഠങ്ങൾ കുറിപ്പുകളായും ഈ പ്രദർശനത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. ഈ 3 പേരെയും ഞാൻ ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തും ലോകത്തും നടന്നിട്ടുള്ള പ്രദർശനങ്ങളിൽ എന്നും മായ്ച്ചു കളയാൻ കഴിയാത്ത വിധം അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു പ്രദർശനമാണിത് എന്ന് എൻ്റെ എളിയ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള സാംസ്കാരികമായ ഇടപെടലുകൾ ഭാവിയിലും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.